പരിസ്ഥിതി നിരീക്ഷണം ബന്ധപ്പെട്ട് കുളം കാണാൻ വന്നതാണ് ഞങ്ങൾ. മീനുകളുണ്ടാവും, അതൊന്നും ഇവിടെ കാണാനില്ല, ഒക്കെ വെള്ളത്തിനടിയിൽ പോയിട്ടുണ്ടാവും അല്ലേ. ഈ മീനിന്റെ ആഹാരം എന്താണ്? ചെറിയ മീനിന്റെ എന്ന് വെച്ചാല് ഇവിടെയുള്ള പായലുകൾ അല്ലേ, കുഴപ്പമില്ലല്ല, ആമ്പലിന്റെ അല്ലേ. പിന്നെ ഇവിടെ ഉണ്ടാവുക തവള ഉണ്ടാവും. അപ്പൊ തവള ഉള്ളതുകൊണ്ട് ആരും ഒന്നും നീർക്കോലി വരും അല്ലേ. ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി ചേരുമ്പോഴാണ് എന്താവുക, ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാകുന്നത് അല്ലേ. ഈ ചെറിയ മീനുകളുണ്ട് അവിടെ ഇങ്ങനെ നീന്തി വരില്ലേ. കുളത്തിന്റെ പേര് കുളത്താത്ത കുളം എന്നാണ് അവിടെ പറയുന്നത്. കുളത്തിന് എനിക്ക് 79 വയസ്സായി. ഞാൻ ചെറിയ കുട്ടിയായ കാലത്ത് തന്നെ ഈ കുളമുണ്ട്. ഒരു 80 വർഷത്തിന് നേരെ ആയിട്ടുണ്ടാവുന്ന ഞാൻ. ഈ കുളത്തിന് മുമ്പ് എന്തെല്ലാം ജീവിതമുണ്ടായിരുന്നു? കുളത്തില് മീനന്ന് മുഴിയേറെ മീനുണ്ടായിരുന്നു, കണ്ണൻ, ചേറാൻ, പിന്നെ നനഞ്ഞീൽ. ഇപ്പോൾ ഇവിടെ കാണുന്നില്ല, നനഞ്ഞീലുണ്ടായിരുന്നു. നനഞ്ഞീൽ പിന്നെ ഉണ്ടായിരുന്നത് പെരൽ, ഇപ്പോൾ കാണുന്ന പെരല്, കുളപ്പെരലാണ് പെരല്. പിന്നെ പുള്ളിപ്പെരലുണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നു. വടക്ക് ഭാഗത്തേക്കുള്ള അതിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും ഈ കുളത്തുനിന്ന്. അപ്പോൾ അവിടെ കിട്ടും. അങ്ങോട്ട് ഒഴുകി പോകേണ്ട വെള്ളം കെട്ടിയിട്ട് വർഷക്കാലത്ത് അതിന് കുട്ടികൾ ചാടി കളിക്കും, നീന്തും ഒക്കെ ചെയ്തിരുന്നു ആ കാലത്ത്. അന്ന് തെങ്ങിൻ നനയ്ക്കാം, കവുങ്ങ്, അവിടെയൊക്കെ കവുങ്ങ് കൃഷിയുണ്ടായിരുന്നു എൻ്റെ ചുറ്റുഭാഗം. അത് പിന്നെ മുഴി ഉണ്ടായിരുന്നു, മുഴിയാറ് മീന്, ചേറാനുണ്ടായിരുന്നു, ഈ മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊയ്ത്താറിന് മീനുണ്ടായിരുന്നു. അന്ന് വംശനാശം പറ്റിയില്ല കൊയ്ത്ത. അതിൽ പിന്നെ തലമ പുള്ളിയുള്ളൊരു മീനുണ്ടായിരുന്നു. തലമ ചൂട്ടുണ്ടായിട്ട് അതിൻ്റെ പേര് കണ്ണാൻചൂട്ടി എന്നാണ് പറഞ്ഞത്. കണ്ണാൻചൂട്ടി കണ്ണനാരികൾ വെള്ളത്തിൻ്റെ മുകളിൽ പുള്ളി നിൽക്കും. അതും വംശനാശം പറ്റിയിട്ട് പറഞ്ഞിട്ട് ഇവിടെ അല്ല, വേറെ എവിടെയൊന്നും എനിക്കറിയില്ല. ഈ പാടത്ത് ഇരുന്നില്ല, ചൂട്ടിയില്ല. ചില മീനുകളൊക്കെ ഇപ്പോഴുണ്ട്. പെരലുണ്ട്, കുളപ്പെരലാണ് പെരല്. പിന്നെ ഇപ്പോൾ കാണുന്ന പെരല് ഇതാണ്. പിന്നെ മണ്ണിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ പോയിട്ട് ചെറിയ പെരലുണ്ട്. അതിന് അന്ന് ആ കാലത്ത് പേര് പറഞ്ഞിരുന്നത് മണ്ണ് തിന്നിന്ന് വരുന്നു. ഇനി കുളത്തിൻ്റെ അവസ്ഥയ്ക്ക് കാരണം പറഞ്ഞാൽ പഴയ കാലത്ത് വെള്ളം ഉപയോഗത്തിലില്ല, ആവശ്യങ്ങളുമില്ല. എല്ലാവരുടെ വീട്ടിലും കുളിക്കാനുള്ള സൗകര്യങ്ങൾ, മോട്ടോറുകൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ അപ്പോൾ ഇതോടെ ഇങ്ങനെ കാടായി കിടക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല, എന്നാലും ഇപ്പോഴിത് ഉപയോഗിക്കുന്നുണ്ട്. ഈ കുറേ ആളുകളൊക്കെ അതിൻ്റെ അടുത്തുള്ള പരിസരത്തുള്ള ആളുകൾ കുളിക്കുന്നുണ്ട്, വസ്ത്രാലുകളുണ്ട്, ഇതൊക്കെ ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. ഒരു ഇല്ലാതെയായിട്ടൊന്നുമില്ല. പിന്നെ ക്ലീൻ ആക്കാനിപ്പോൾ ഒരാളായിട്ട് അതിന് മെനക്കെടുന്നില്ല. നശിപ്പിക്കാതിരുന്നാൽ മതി. ആവാസ ഇങ്ങനെ നിൽക്കുക, അതേ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന പണികളൊക്കെ നമ്മൾ പഞ്ചായത്തിനോ മറ്റൊക്കെ പടുവിലൊക്കെ നന്നായിട്ട് എടുക്കുക, ആഴം കൂട്ടുക, ഉപയോഗപ്പെടുത്താൻ പറ്റുമോ. മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, സംരക്ഷിക്കുക, ജീവിതം സംരക്ഷിക്കുക, കുളം നമ്മുടെ സമ്പത്ത്.